അങ്ങനെ കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് തെങ്ങ് കയറാൻ ഒരു ചേട്ടൻ വന്നു കേട്ടോ. ഞങ്ങളുടെ മൂന്തൻ ചേട്ടൻ തെങ്ങ് കയറ്റം നിർത്തിയ പിന്നെ തെങ്ങ് കയറാനായിട്ട് ആരും ഇല്ലാണ്ടായി. അങ്ങനെ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഞാൻ ഈ ചേട്ടനെ. മൂന്തൻ ചേട്ടൻ മറ്റേ തളപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കയറുക. ഈ ചേട്ടൻ ന്യൂജനാണ്, മറ്റേ മെഷീനൊക്കെ വെച്ചിട്ടാണ് കയറുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പിള്ളേരൊക്കെ എഴുന്നേപ്പിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ചെറിയൊരു പണിയുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി അത് വേഗം തീർക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നാളികേരമൊക്കെ പറക്കിട്ടു കേട്ടോ. നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ 4 പേരേ ഉള്ളൂ. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവരും, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഞാനേ ഉള്ളൂ. അപ്പൊ കുഞ്ഞിതിലേ തൊട്ട് ഞാൻ അവരെ എല്ലാ കാര്യവും ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ അവര് കൂടും, അവരെ കൊണ്ട് പറ്റുന്ന സഹായം അവർ ചെയ്യും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫിഷ് ടാങ്കിന്റെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. കാര്യം എപ്പോഴും ഫിഷ് ടാങ്കിന്റെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ ഫിൽട്ടർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫിൽട്ടർ നമ്മൾ അതിലുള്ള വെള്ളം തന്നെ റീസൈക്കിൾ ചെയ്ത് നന്നാക്കി അതിലേക്ക് വിടുകയും ചെയ്യണം. അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ അതിലൊരു 3/4 ഭാഗം വെള്ളം കളഞ്ഞ് വീണ്ടും നിറയ്ക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ ഫ്രഷ്നെസ് മീനിനാണെങ്കിലും ചെടിക്കാണെങ്കിലും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ വെള്ളം മാറ്റി വീണ്ടും നിറയ്ക്കാറുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം അതിൽ വെച്ചിട്ട് ബാക്കി വെള്ളം നിറയ്ക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. വെള്ളം മാറ്റുക മാത്രല്ല, അതിന്റെ ഗ്ലാസ്സിൽ ഒരു ആൽഗ വരും ഈ വെയിലടിച്ചിട്ട്, അപ്പൊ അതും ക്ലീൻ ചെയ്യണം. അതിലും അവർ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ മാറ്റി ഫിഷ് ടാങ്ക് ഒക്കെ നല്ല അടിപൊളിയാക്കി. അതിനുശേഷം മുത്തച്ഛന്റെ കൂടെ ഇന്ന് അവര് പോട്ടേക്ക് പോയിട്ടോ. വെക്കേഷൻ ആവുമ്പോ തൊട്ട് അവർക്ക് പോട്ടേക്ക് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് കോട്ടിയാടിലെ ചെടികളുടെ ഇലകൾ വീണതും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോണ്ട് 2 തൊപ്പിക്കിളികൾ വന്നേക്കണു. കൂട് കൂട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഞാൻ കുറെ നേരം അതൊക്കെ നോക്കിയിരുന്നു.